ഇടുക്കി ചൊക്രമുടിയിലെ കയ്യേറ്റത്തിൽ വിശദമായ അന്വേഷണത്തിന് പ്രത്യേക കമ്മിറ്റിയെ നിയോഗിക്കുമെന്ന് ജില്ലാ കളക്ടർ ബി വിഘ്നേശ്വരി. തഹസിൽദാർ അടക്കമുള്ളവർ ഉൾപ്പെടുന്നതായിരിക്കും സമിതി. കമ്മിറ്റിയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷമാകും സർക്കാരിന് റിപ്പോർട്ട് കൈമാറുക എന്നും ഇടുക്കി ജില്ലാ കളക്ടർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. അതിനുവേണ്ടി നമ്മളൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ട് അവർ പഠിച്ചിട്ട് പിന്നെ നമ്മൾ സർവേ നടത്തിയിട്ടാണ് ഇതിനുള്ള ഒരു അന്തിമ കണ്ടെത്തലിലേക്ക് നമുക്ക് പോകാൻ പറ്റും. നമുക്കിപ്പോൾ നിലവിലുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഒരു കൺക്ലൂസീവായിട്ട് എവിഡൻസ് ഇല്ല. സോ അതിനു വേണ്ടിയാണ് ആ കൺക്ലൂസീവ് എവിഡൻസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കൂടുതലും കുറച്ച് ഫൈൻഡിങ്സിലേക്ക് പോവുകയാണ്. നമ്മുടെ ഇൻറ്റർണൽ ടീമാണ്, നമ്മുടെ തഹസിൽദാർസ് എല്ലാം ഉണ്ടാവും. ആ കമ്മിറ്റി ഫോം ചെയ്യുന്നതേ ഉള്ളൂ. ഫോം ചെയ്തിട്ട് എന്ത് വരും. സന്ദീപ് രാജാക്കാട് നൽകും വിശദാംശങ്ങൾ. സന്ദീപ്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഒരു പ്രത്യേക കമ്മിറ്റിയെ നിയോഗിക്കുമെന്ന് കളക്ടർ അറിയിച്ചിരിക്കുന്നു. ഈ കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടാകും? ഒപ്പം എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇതിൽ പരിശോധനയ്ക്ക് വരിക? തീർച്ചയായിട്ടും ഈ സർക്കാരിനെതിരെയും ഒപ്പം തന്നെ റവന്യൂ വകുപ്പിനും CPIക്കുമെതിരെ ഏറ്റവും കൂടുതൽ വിമർശനമുയർന്ന ഒരു വിഷയമായിരുന്നു ചൊക്രമുടിയിലെ കയ്യേറ്റം എന്ന് പറയുന്നത്. CPI നേതാക്കന്മാരുടെയും മന്ത്രിയുടെയും അടക്കം ഒത്താശയോടെയാണ് ഇത്തരത്തിൽ അനധികൃതമായി ഭൂമി കയ്യേറുകയും പിന്നീട് പട്ടയം സമ്പാദിക്കുകയും അടക്കം ചെയ്തത് എന്നുള്ള വലിയ രീതിയിലുള്ള ആരോപണം ഉയർന്നിരുന്നു. രമേശ് ചെന്നിത്തല അടക്കം ഇവിടെ നേരിട്ട് സന്ദർശനം നടത്തുകയും സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുകയും മന്ത്രിയെയും വിമർശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നിലപാടിലേക്ക് പോകുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ മന്ത്രി ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടതോടെ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ അത്തരത്തിൽ പോരാ, ഇത് വിശദമായി തന്നെ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രത്യേക കമ്മിറ്റിക്ക് രൂപം നൽകാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം ജില്ലാ ഭരണകൂടം എടുത്തിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതും റവന്യൂ മന്ത്രിയുടെ നിർദ്ദേശം ഇതിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തഹസിൽദാർ അടക്കമുള്ള ഒരു പ്രത്യേക കമ്മിറ്റിയെ നിയോഗിക്കുകയും ആ കമ്മിറ്റി ഈ ഭൂമിയുടെയും പട്ടയത്തെ സംബന്ധിച്ചും വിശദമായിട്ടുള്ള പഠനം നടത്തുകയുമാണ് ചെയ്യുക. ഏതെങ്കിലും തരത്തിൽ വ്യാജ പട്ടയം നിർമ്മിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ കമ്മിറ്റി വിശദമായി തന്നെ പരിശോധിക്കും. ആ അന്വേഷണ റിപ്പോർട്ട്, ആ വിശദമായ പരിശോധനാ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറും. അതിനുശേഷമായിരിക്കും ജില്ലാ കളക്ടർ സംസ്ഥാന സർക്കാരിന് ഈ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട്, ചൊക്രമുടി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിക്കുക. പിന്നീടാണ് നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായിരുന്നാലും ഈ മേഖലയിലെ നിരവധിയായിട്ടുള്ള കയ്യേറ്റങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ചൊക്രമുടി മലനിര, ഏതാണ്ട് ഒറ്റമരം മുതൽ ഗ്യാപ്പ് റോഡ് വരെയുള്ള പ്രദേശത്തെ വൻകിട കയ്യേറ്റങ്ങൾ നിരവധിയായിട്ടുണ്ട്. അതെല്ലാം പൂർണ്ണമായി അന്വേഷിക്കണമെന്ന ആവശ്യം ഉയർന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ചൊക്രമുടിയിലെ കയ്യേറ്റം അന്വേഷിക്കുന്നതിന് പ്രത്യേക കമ്മിറ്റിയെ നിയോഗിക്കാൻ വേണ്ടി ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത്. ഇതിലൂടെ ഈ മേഖലയിലെ മുഴുവൻ കയ്യേറ്റങ്ങളെയും ഒഴിപ്പിച്ച ഈ സർക്കാർ ഭൂമി വീണ്ടും തിരിച്ചു പിടിക്കുവാൻ സാധിക്കും എന്ന ഒരു ആത്മവിശ്വാസം കൂടി റവന്യൂ വകുപ്പിനുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനമായി ആദിവാസി മുതുവാൻ വിഭാഗത്തിൽപ്പെട്ട അവിടുത്തെ ആദിവാസി കുടുംബങ്ങൾ ആവശ്യപ്പെട്ടിരുന്നതും അതുതന്നെയാണ്. ചൊക്രമുടി മലനിരയെ പരിസ്ഥിതി പ്രാധാന്യത്തോടു കൂടി സംരക്ഷിക്കേണ്ട ഒരു സാഹചര്യം. തെളിവുകൾ ഉൾപ്പെടെ കണ്ടെത്തി വിശദമായ അന്വേഷണത്തിന് തയ്യാറെടുക്കുകയാണ്. സന്ദീപ് രാജാക്കാടാണ് വിശദാംശങ്ങൾ നൽകിയത്.